സർ, ഈ രാഹുൽ ഗാന്ധിക്ക് തുടരെ തുടരെ കോടതികളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പല വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഇപ്പൊ അലഹബാദ് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള കടുത്ത വിമർശനം രാഹുൽ ഗാന്ധി നേരിടുന്നുണ്ട്. എന്താണ് ഇതിനൊക്കെ കാരണം? എന്താണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്? അലഹബാദ് ഹൈക്കോടതിയിൽ രാഹുൽ ഒരു ഹർജി നൽകിയിരുന്നു. അതായത് രാഹുലിനെതിരെ ഒരു കേസ് ലക്നൗ കോടതിയിൽ നടക്കുകയാണ്. ആ കോടതി നടപടി സ്റ്റേ ചെയ്യണം, അത് തള്ളണം എന്നൊക്കെ പറഞ്ഞാണ് രാഹുൽ ഹർജി കൊടുത്തിരുന്നത്. ആ ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതി പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ് രാഹുലിന് നല്ല കൊട്ടു കൊടുത്തിരിക്കുന്നത്. പതിവ് പോലെ എണ്ണം പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രത്യേകം ഒരു കോടതി പ്രവർത്തിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം ആശാൻ എന്ത് പറഞ്ഞാലും അത് വിഡ്ഢിത്തവും വിടുവായത്തനവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പല സ്ഥലത്തു നിന്നും, രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും കേസുകൾ വരുന്നുണ്ട്. നേരത്തെ ഒരിക്കൽ രാഹുൽ ഗാന്ധി RSSനെതിരെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തി പുലിവാല് പിടിച്ച് ഞാൻ മാപ്പ് പറയില്ല, ഞാൻ മാപ്പ് പറയാൻ സവർക്കറല്ല, ഞാൻ ഗാന്ധിയാണ്. ഈ ഗാന്ധി പാരമ്പര്യം അവകാശപ്പെടാൻ എന്ത് യോഗ്യതയാണ് രാഹുലിനുള്ളത്? രാഹുൽ ഇന്ദിരാഗാന്ധി എന്നുള്ള പേരിൽ നിന്ന് രാജീവ് ഗാന്ധി, പിന്നീട് അത് പിന്തുടർന്ന് രാഹുൽ ഗാന്ധിയായി. ഈ ഗാന്ധിയും മഹാത്മാഗാന്ധിയും അല്ലെങ്കിൽ ഗാന്ധി കുടുംബവുമായിട്ട് ഈ നെഹ്റുവിൻ്റെ മകൾക്കും അവരുടെ പരമ്പരകൾക്കും എന്ത് ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതവിടെ ഇരിക്കട്ടെ. ഈ രാഹുൽ പറഞ്ഞത് ഈ സവർക്കറെ അപമാനിച്ചതിനും കോടതിയിൽ നിന്ന് നല്ല കൊട്ട് കിട്ടി. ഇങ്ങനെ നിരന്തരം രാഹുൽ തുടരെ ഇതുപോലെയുള്ള ഡിഫമേഷൻ, മാനനഷ്ട കേസുകളിൽ രാഹുലിന് നല്ല അടി, ചുട്ട അടി, മുഖമടച്ചുള്ള പ്രഹരമാണ് കോടതികളിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോഴിതാ ഈ നമ്മുടെ ലക്നൗ കോടതിയിലും ഒരു കേസ്, ആ കേസ് കൊടുത്തിരിക്കുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BROയുടെ മുൻ ഡയറക്ടർ ഉദയശങ്കർ ശ്രീവാസ്തവയാണ് കേസ് കൊടുത്തത്. സൈനികരുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശത്തെ ചൊല്ലിയാണ് ആ കേസ് ഉണ്ടായത്. ആ കേസ് സ്റ്റേ ചെയ്യണമെന്നും തനിക്കെതിരായ എല്ലാ നടപടികളും നിർത്തിവെക്കണമെന്നും കേസ് തന്നെ സ്ക്വാഷ് ചെയ്യണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി മേൽക്കോടതിയായ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ അലഹബാദ് ഹൈക്കോടതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് MP-മാർക്കും MLA-മാർക്കും ഒക്കെ എതിരായ കേസുകളൊക്കെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു കോടതിയാണ്. ആ കോടതിയിലാണ് രാഹുൽ ഇത്തരത്തിലൊരു ഹർജിയുമായിട്ട് ചെന്നത്. പക്ഷെ കോടതി രാഹുലിനെ കോളറിൽ തൂക്കിയെടുത്ത് ഒരു എറിഞ്ഞിരിക്കുകയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ പേരിൽ എന്തും പറയാമെന്ന് കരുതരുത്, പ്രത്യേകിച്ചും സൈന്യത്തിനെതിരെ. സൈന്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന, സൈന്യത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന പ്രസ്താവനകൾ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പരിധിയിൽ വരില്ല, അങ്ങനെ വരാൻ പാടില്ല എന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി എന്ന ജഡ്ജിയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. രാഹുലിൻ്റെ ഹർജിയെ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. രാഹുൽ പറഞ്ഞത് അരുണാചൽ പ്രദേശിലും മറ്റുമൊക്കെ ഈ ചൈനീസ് സൈനികർ നമ്മുടെ സൈനികരെ തല്ലിച്ചതയ്ക്കുകയാണ്, അടിച്ചു കൊല്ലുകയാണ്, ഇങ്ങനെ നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് നടത്തുന്നത്. ഈ ചൈനയ്ക്ക് അനുകൂലമായിട്ട് നമ്മുടെ സൈനികരുടെ മനോവീര്യം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നമ്മുടെ സൈനികരുടെ ശേഷിയെ കുറച്ച് കാണിക്കുന്ന രീതിയിൽ ഒക്കെ ഈ രാഹുൽ ഗാന്ധി പരാമർശം നടത്തി. ഇതിനെതിരെയാണ് ഈ ഉദയശങ്കർ ശ്രീവാസ്തവ ഒരു പരാതി താഴെത്തട്ടിൽ കൊടുത്തിട്ട് ആ പരാതിക്ക് ഫലമൊന്നും ഉണ്ടായി കാണില്ല. അങ്ങനെ ആയിരിക്കും കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഒക്കെ ചില പരിധികളുണ്ട്. അത് നിയന്ത്രണ വിധേയമായിരിക്കണം. അതിനകത്ത് സ്വയം നിയന്ത്രണം, ആത്മനിയന്ത്രണം പാലിക്കണം. അങ്ങനെ എന്തും വിളിച്ചു പോകരുത്. പ്രത്യേകിച്ചും സൈന്യത്തിനെതിരെ. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന ബിംബങ്ങളാണ് നമ്മുടെ ഈ സൈന്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് നമ്മളിപ്പോൾ കണ്ടതാണ്, പഹൽഗാമിൽ ഉണ്ടായ ഒരു നിഷ്ഠൂരമായ ഒരു കൂട്ടക്കൊലയ്ക്ക് പകരം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനകത്തൊന്ന് ചൊറിയാൻ നോക്കിയില്ലേ? ചൊറിയാൻ മാത്രമേ രാഹുലിന് അറിയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് നമ്മൾ സൈനിക നടപടിയിലേക്ക് പോയപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് സൈന്യത്തിന് പിന്തുണ കൊടുത്തത്. സർക്കാരുകൾ വരും പോകും, ഭരണം മാറും, പുതിയ നേതാക്കൾ വരും, അതൊക്കെ മറ്റു കാര്യങ്ങൾ. പക്ഷെ സൈന്യം എന്ന് പറയുന്നതിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു വിലയുണ്ട്.
ആ സൈന്യത്തെ നമ്മൾ ഏറ്റവും വലിയ അഭിമാന ചിഹ്നമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ആ സൈന്യത്തിൻ്റെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പോലും മോശം പരാമർശങ്ങളിലൂടെ ഇകഴ്ത്തി കാണിക്കുന്നതിൽ രാഹുൽ ഗാന്ധി വളരെ മുന്നിലാണ്. ഇത്രയും യാതൊരു രാജ്യസ്നേഹവും ഇല്ലാത്ത ഒരു എന്താ പറയണ്ടേ, അങ്ങേയറ്റത്തെ ഈ ശത്രു രാജ്യങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായൊരവസ്ഥയാണ്. ഇരിക്കട്ടെ, ഇവിടെ ഈ രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പറഞ്ഞത് ഈ ആളിന് ഹർജി കൊടുക്കാൻ സാധിക്കില്ല, അതിനുള്ള ഈ ആളിനെ അപമാനിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് രാഹുൽ വാദിച്ചത്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞു അങ്ങനെയല്ല, ഈ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അത് കേണലിൻ്റെ പദവിക്ക് തുല്യമാണ്, അതും സൈനിക ഇതായിട്ട് തന്നെ നമുക്ക് കരുതാം. കാരണം ഈ അതിർത്തി ഇന്ത്യ, ചൈന അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് റോഡുകളും മറ്റും നിർമ്മിക്കുന്ന ഒരു സൈനിക വിഭാഗം തന്നെയാണ് അവരും. സൈന്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. കാരണം അവർക്കേ അവിടുത്തെ റോഡുകളെ ഏത് രീതിയിൽ വേണമെന്ന് പരിശോധിച്ച് പഠിച്ച് ഒക്കെ അത് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അവർ പ്രത്യേകം പരിശീലനം കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും സൈനികരായിട്ട് തന്നെ കരുതണം എന്ന് കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അതാണ് രാഹുലിന് കനത്ത അടിയായത്. ഈ ഡയറക്ടർ ഒരു കേണലിൻ്റെ പദവിയിലുള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കേസ് കൊടുക്കാം, നിങ്ങളുടെ വാദങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞാണ് കോടതി ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രം, ഇത് 2022 ഡിസംബറിൽ ഈ ഭാരതവും ചൈനയും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായി, സൈനികർ ഏറ്റുമുട്ടി. അതിനെ തുടർന്നാണ് ഈ രാഹുൽ സൈന്യത്തിനെതിരെ ഇങ്ങനെ ഒരു പരാമർശം നടത്തി. ശരിക്കും അതൊരു വൃത്തികെട്ട പരാമർശമാണ്. നമ്മുടെ സൈനികർ ചൈനീസ് സൈനികരുടെ അടികൊണ്ട് മരിക്കുകയാണ്. നോക്കൂ, എത്ര നിരുത്തരവാദപരമായി. ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഈ നിരുത്തരവാദപരമായ പ്രസ്താവനയ്ക്ക്, ഈ പരാമർശത്തിന് ഒരു തെളിവും കയ്യിലില്ല. എന്നാൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൽ എന്താണ് സംഭവിച്ചതെന്നും എത്ര പേർ അതിൽ മരിച്ചു എന്നും ഒക്കെയുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ അദ്ദേഹം അതുകൊണ്ട് നിർത്തുന്നില്ലല്ലോ സാർ. കാരണം ഇപ്പം നമ്മുടെ ഇന്ത്യ പാക് സംഘർഷമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ഓപ്പറേഷൻ സിന്ദൂറിനെ നമ്മുടെ രാജ്യം ഒറ്റുകൊടുത്തു. പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം, എത്ര വിമാനങ്ങൾ തകർന്നു. ഈ അടി രാഹുൽ പറഞ്ഞത് ഇന്ത്യ ട്രംപിന് കീഴടങ്ങി, മോദി ട്രംപിന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അമേരിക്ക വലിയ വായിൽ ഞങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചത്. ഇന്ത്യ പറഞ്ഞു ആരും ഇടപെട്ടിട്ടില്ല, പാകിസ്ഥാൻ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു, അവർ ഞങ്ങളോട് യാചിക്കുകയായിരുന്നു, വെടിനിർത്തണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു, അത് ഞങ്ങൾ സ്വീകരിച്ചു. ഒരു യുദ്ധം ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല, പിന്നെ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം. പക്ഷേ പാകിസ്ഥാൻ പോലും ഇത്രയും ഇതായിട്ട് ഇന്ത്യ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ പാക് പ്രധാനമന്ത്രി തന്നെ പറയുന്നു അതിൽ കൂടുതൽ, അതായത് 7 കേന്ദ്രങ്ങളുടെ പേരുകൾ കൂടി അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല അവരുടെ എത്ര വിമാനങ്ങൾ തകർന്നു വീണു എന്ന് പറയുന്നു. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ ഞങ്ങൾ തകർത്തു എന്നൊരു അവകാശവാദം പാകിസ്ഥാൻ ഇപ്പോൾ ഇല്ല. ആദ്യമൊക്കെ അങ്ങനെ ചില ഗിമ്മിക്കുകളൊക്കെ അടിച്ചു നോക്കി, പക്ഷെ അതൊന്നും ഏറ്റില്ല. ഇപ്പോഴിതാ വിദേശത്തേക്ക് അവരും പ്രതിനിധികളെ അയച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് മുഖമടച്ച് അടി കിട്ടി ഓടുകയാണ് പാകിസ്ഥാൻ. ഇപ്പൊ പറഞ്ഞതാണ് മുസ്ലിം അതായത് പീഡിപ്പിക്കുന്നു, നമ്മൾ ഇതിന് ശേഷം ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ പീഡിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മെയിൻ സൈന്യത്തിന്റെ മുസ്ലിം അല്ലേ, നിങ്ങൾ പറയുന്നതിന് എന്ത് അടിസ്ഥാനം എന്ന് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞ, വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർക്ക് തോന്നുന്ന, നമ്മളോട് തോന്നുന്ന ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട്. അതുപോലും ഈ രാഹുലിനില്ല, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ അതിദാരുണമായൊരവസ്ഥയാണ്. നമ്മൾ അങ്ങനെ ഒരു ഗതികേട് നമുക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ രാഹുലിന് വീണ്ടും ഒരു പ്രഹരം, ശരിക്കും പറഞ്ഞാൽ മുഖമടച്ച് കിട്ടിയ അടി തന്നെയാണ് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇനി രാഹുൽ ഈ കാര്യത്തിൽ അടുത്ത് ചിലപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകും. കാരണം അദ്ദേഹത്തിന് കേസുകൾ ഒരു പുത്തരിയല്ല, കോടതി വ്യവഹാരങ്ങളുടെ ഒരു ആകെ തുകയാണ് ഇപ്പോൾ രാഹുൽ എന്ന് പറയാം. കാരണം നിരന്തരം കോടതികൾ കയറി ഇറങ്ങുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നിരവധി കേസുകളായി ഈ സവർക്കറുടെ കാര്യത്തിൽ, അതുപോലെ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട RSSന്റെ എതിരായ പരാമർശം, അതിൽ മാപ്പ് പറഞ്ഞ് തടിയൂരി. സാവർക്കറുടെ കാര്യത്തിൽ കോടതി തന്നെ രാഹുലിനെ എടുത്ത് കുടഞ്ഞു. ഇപ്പോഴിതാ അലഹബാദ് ഹൈക്കോടതി രാഹുലിനെ കോളറിൽ തൂക്കിയെടുത്ത് എറിഞ്ഞിരിക്കുകയാണ്. രാഹുൽ എവിടെ ചെന്ന് വീണു എന്ന് രാഹുലിന് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. എന്തായാലും
ഈ ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഒക്കെ ഒരു പരിധിയുണ്ട്. വേണ്ടാത്തടത്ത് കയറി ചൊറിഞ്ഞാൽ അതിൻ്റെ ഫലം വളരെ മോശമായിരിക്കുമെന്ന് രാഹുൽ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ.